സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ഛൻ പറഞ്ഞത് പ്രകാരം ഒരത്യാവശ്യ കാര്യത്തിന് ഏതോ ദൂരത്ത് പോയിരിക്കുവാണെന്ന് നന്ദു എന്നോട് കള്ളം പറഞ്ഞു. നന്ദു എന്തിനാണ് എന്നോടിപ്പോൾ ഇങ്ങനെ കള്ളം പറയുന്നത്? ഇപ്പോൾ കുറേ നാളുകൊണ്ട് നന്ദുവിൻ്റെ പെരുമാറ്റത്തിൽ ആകെ മാറ്റമുണ്ട്. പൂജയും മന്ത്രവാദമൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്ദു ഒന്ന് ഓക്കെ ആയെന്ന് കരുതിയത് വീണ്ടും നന്ദു പഴയ പോലെ ആകുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നു, ദേവിയേക്കറിയാമോ നന്ദുവിൻ്റെ ടെൻഷൻ എന്താണെന്ന്? കുറേ നാളുകൊണ്ട് നന്ദുവിനൊരു ടെൻഷൻ അലട്ടുന്നുണ്ട്. എനിക്കറിയില്ല എന്താ കെവിനെ, എന്താണെന്ന് വെച്ചാലും തുറന്നു പറയൂ. ഓഫീസിൽ നന്ദു കാരണം നല്ലൊരു നഷ്ടമുണ്ടായി, കുറച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്ന് തന്നെ പറയാം. പക്ഷേ അത് സാരമില്ലെന്ന് പറഞ്ഞിട്ടും നന്ദു ഞാൻ കാരണമുണ്ടായ തെറ്റല്ലയോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നടക്കുമെന്ന് പറയുമ്പോൾ ദേവിക്ക് ഒരല്പം ആശ്വാസമാകുന്നു. കാരണം എന്താണ് നന്ദുവിൻ്റെ ഡിപ്രഷൻ്റെ കാരണമെന്നെങ്കിലും അറിഞ്ഞല്ലോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് നന്ദനയും കൂട്ടി ചന്ദ്രോത്തേക്ക് വന്ന് എല്ലാവരോടും സത്യം പറയുന്നുണ്ട്. കെവിൻ്റെ കമ്പനിയിൽ ചില സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയതിൻ്റെ പേരിനുള്ള ടെൻഷനാണ് നന്ദുവിനെ അലട്ടുന്നത്. അതങ്ങനെ പറഞ്ഞു തീർക്കുകയും സിദ്ധു പറയുന്നു, കെവിന് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് കൊടുത്തു തീർക്കാം, അതിനെ ഓർത്ത് താൻ വിഷമിക്കേണ്ടെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് ഇനി ഈ വീട്ടിൽ ഡിപ്രഷനൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, നീ ആ വിഷയം മനസ്സിൽ നിന്ന് വിട്ടേക്ക് എന്നെല്ലാവരും പറഞ്ഞെങ്കിലും നന്ദൻ്റെ പെരുമാറ്റത്തിൽ വീണ്ടും അത്ര അങ്ങോട്ട് ഓക്കെ ആകുന്നില്ല. ആ ഒരു വിഷമം ദേവിയാണെങ്കിൽ പ്രഭാവതിയോട് പറയുകയും ചെയ്യുന്നു. നന്ദു ടെൻഷനെല്ലാം പറഞ്ഞു തീർത്തു, ഇനി വിഷമമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പഴയ നന്ദനല്ല ഇപ്പോഴും. നന്ദുവിൻ്റെ പെരുമാറ്റത്തിൽ ഇപ്പോഴും എന്തൊക്കെയോ പന്തികേട് തോന്നുന്നല്ലോ അമ്മയെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നു, മോള് വിഷമിക്കേണ്ട, ഞാനൊന്ന് നന്ദനെ കണ്ട് ചോദിക്കാം. ആ സമയത്ത് നന്ദനെ തിരക്കുന്നെങ്കിലും നന്ദനാണെങ്കിൽ വീട്ടിലൊന്നുമില്ല. മുറ്റത്ത് പോയി നോക്കുന്ന പ്രഭാവതി കാണുന്നത് ഇരുട്ടത്ത് ഒറ്റയ്ക്ക് തനിയെ ഇരിക്കുന്ന നന്ദനെയാണ്. അപ്പം നന്ദൻ്റെ അരികിലേക്ക് ചെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തിനാ ഈ ഇരുട്ടത്ത് വന്നിരിക്കുന്നേ, നിനക്ക് അകത്ത് വന്നിരുന്നുകൂടായിരുന്നോ? അല്ലമ്മ, ഞാൻ കുറച്ച് നേരം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നി. സത്യം പറ മോനെ, കെവിൻ പറഞ്ഞത് തന്നെയാണോ വാസ്തവം? എനിക്കിപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതല്ലാതെ മോൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? അപ്പം നന്ദൻ്റെ മുഖം ആകെ വാടിയിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ അമ്മയോട് തുറന്നു പറ, ദേവിയെപ്പോലും അറിയിക്കാതെ ഈ അമ്മ ആ വിഷയം കൈകാര്യം ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ നന്ദനാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്നു. എന്താ മോനെ, എന്താ പറയുന്നത്? അതെ അമ്മ, ഞാൻ ഒരാളെ കൊന്നൂന്നോ? ആരെ? ഋഷിയെ. സത്യമാണോ മോനെ? നീ എന്തൊക്കെയായി പറയുന്നത്? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മയെ അപമാനിച്ചതിൻ്റെ പേര് അവനെ ചോദ്യം ചെയ്യാനൊന്നും പോണ്ടെന്ന്. പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാനും കെവിനും കൂടി വരുന്ന വഴിക്ക് റോഡരികിൽ ഋഷിയെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അമ്മയുടെ കണ്ണീരാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിൻ്റെ പേര് അവനോട് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് വാക്ക് തർക്കമായി ഞാനൊരു തല്ല് കൊടുത്തതിൻ്റെ പേര് അവന് ബോധം കെട്ട് പോയി. ആ സ്ഥിതിയിൽ അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ കേസ് തിരിഞ്ഞു മറിഞ്ഞ് എൻ്റെ മണ്ടയിൽ തന്നെ വരുമെന്ന് കെവിൻ പറഞ്ഞത് പ്രകാരം ഞാൻ അവനെയും കൂട്ടി ആൾതാമസം ഇല്ലാത്തൊരു വീട്ടിൽ പോയെന്നും അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ കാര്യങ്ങളും മാത്രമല്ല കെവിൻ തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം കേട്ട് പ്രഭാവതി പൊട്ടിക്കരയുന്നുണ്ട്. എൻ്റെ മോനെ, ഇങ്ങനൊരു ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് നിന്നെ തടഞ്ഞത്. ഋഷിയോട് എനിക്ക് തീരാത്ത പകയുണ്ടായിരുന്നു. അവനെ കൊന്നു കളഞ്ഞാൽ എന്താണെന്ന് തന്നെ തോന്നി. പക്ഷേ ചന്ദ്രോത്ത് വീട്ടിൻ്റെ പിന്നീടുണ്ടാകുന്ന മനസമാധാനക്കേട്, അതിന് ഞാൻ കാരണക്കാരിയാകണ്ട എന്നൊക്കെ കരുതിയിട്ടാണ് എല്ലാം മറച്ചു വെച്ചത്. എന്നാലും നീ ഇങ്ങനൊരു അവിവേകം കാണിക്കണ്ടായിരുന്നു. നീ വിഷമിക്കേണ്ട, ഈ അമ്മ നിന്നോടൊപ്പം ഉണ്ട്. മറ്റാരും അറിയാതെ ഈ പ്രശ്നം അമ്മ സോൾവ് ചെയ്തു തരാം എന്നൊക്കെ വാക്ക് കൊടുക്കുന്നു. അതേസമയം നമ്മുടെ മുരളി വഴിയരികിൽ ബോധം കെട്ട് കിടക്കുന്ന ത്യാഗരാജനെ കാണുന്നുണ്ട്. ഉടുപ്പെല്ലാം ഊരി പിച്ചും പേയും പറയുന്നു. അമിതമായിട്ട് മദ്യപിച്ച് അയാൾക്ക് വണ്ടി പോലും എടുത്ത് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മുരളി ത്യാഗരാജനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കോള് വരുന്നുണ്ട്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആരാ എന്താണെന്നൊന്നും മുരളിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ചന്ദ്രോത്ത് വീട്ടിനെ ബാധിക്കുന്ന കാര്യമാണെന്ന് മാത്രം മനസ്സിലാകുന്നു. അധികം താമസിക്കാതെ ദേവി എന്ന് പറയുന്ന ശല്യം തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ദേവിയെ പൊക്കി പറഞ്ഞ് നടക്കാൻ തനിക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് മുരളിയാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പം ആൾ മാറിയെന്ന് മനസ്സിലായ ആ വ്യക്തി കോള് കട്ട് ചെയ്യുന്നു. ബോധമില്ലാതെ നിൽക്കുന്ന ത്യാഗരാജനെ കൂട്ടി ചന്ദ്രമതി ആൻറ്റിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് റൂമിൽ കടത്തിയതിന് ശേഷം മുരളിയോട് ചന്ദ്രമതി ചോദിക്കുന്നു, ഇതെന്താ ഈ കോലത്തിൽ? എവിടെ വെച്ച് കിട്ടി ത്യാഗരാജനെ? ബോധമില്ലാതെ വഴിയരികിൽ നിൽക്കുന്നത് കണ്ടതാ. പക്ഷേ ഇയാൾ ചന്ദ്രോത്ത് വീട്ടിനെ തകർക്കാൻ വേണ്ടി ഇപ്പോഴും പിന്നാലെ നടക്കുവാണോ എന്ന് സംശയമുണ്ട്. അതെന്താ മുരളി അങ്ങനെ പറഞ്ഞത്? അല്ല, ഇയാളെ കൂട്ടി വന്നപ്പോൾ ഇയാളുടെ ഫോണിൽ ഒരു കോൾ കണ്ടു. ആ കോൾ എടുത്തപ്പോൾ പറഞ്ഞത് ദേവിയെ കൊല്ലാന്ന് പറഞ്ഞിട്ട്
ഇതുവരെ എന്താ നടപ്പാക്കാഞ്ഞേ എന്ന് പറയുന്നത് കേട്ട് ചന്ദ്രമതിയാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. മുരളി പറയുന്നത് സത്യമാണോ? അതേ മേഡം, ത്യാഗരാജൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. അയാളെ ശരിക്കൊന്ന് വാച്ച് ചെയ്താൽ മാത്രമേ ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ പോലും ഇയാളാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇനി ചന്ദ്രോത്ത് വീട്ടിനെ തകർക്കാൻ വേണ്ടി ത്യാഗരാജൻ തന്നെയായിരിക്കുമോ അരുന്ധതി മേഡത്തിൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനൊരു സീൻ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തായാലും ദേവിയെ കൊല്ലാൻ ആരുടെയോ കയ്യിൽ നിന്ന് ഇയാൾ കൊട്ടേഷൻ മേടിച്ചിട്ടുണ്ട്. അത് കേട്ട് ചന്ദ്രമതി പറയുന്നു, കുറച്ച് ദിവസമായി ഇവൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് ചില പന്തികേട് തോന്നിയതാ. എന്തായാലും ഞാനത് കണ്ടുപിടിച്ചിട്ടേ ഇനി എന്തു ഉള്ളൂ എന്ന് ശപഥം എടുത്ത് നിൽക്കുന്ന ചന്ദ്രമതിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ആ മറഞ്ഞിരിക്കുന്ന കൊലയാളി ആരായിരിക്കും? കാത്തിരിക്കാം.